തനത് മാപ്പിള കലാസാഹിത്യവേദിയുടെ അൽ മവാഹിബുൽ ജലിയ അഥവാ താഴ്വ മുഹമ്മദ് കുഞ്ഞി മൗലവിയുടെ സാരോപദേശം റജസിൻ്റെ 7ാമത് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അബ്ദുള്ള ബാപ്പു കൂട്ടിലങ്ങാടി. ഇന്നത്തെ വിഷയം സൽസ്വഭാവം ഭാഗം 2. ഒരു 3 സംഗതി നിന്റെ പക്കൽ നിന്ന് ഒരു മൂമിനുണ്ടാകലേറ്റം നന്ന്. ഫലമില്ല നിന്നിൽ നിന്ന് അവനിൽ എങ്കിലും ലററൊന്നുമുണ്ടാകരുത് അവനിലൊരിക്കലും. സന്തോഷിപ്പിക്കുന്നില്ല എങ്കിൽ തന്നെയും സന്താപമുളവാക്കിയിടല്ലേ അവനെയും. നീ അവനെ സ്തുതിക്കുന്നില്ല എന്നാൽ പിന്നെ ആക്ഷേപിക്കാതിരിക്കണമേ നീ പൊന്നേ. ഒരു മുഅ്മിനായ മനുഷ്യനിൽ ഉണ്ടായിരിക്കേണ്ട പ്രധാന ഗുണങ്ങളാണ് ഇവിടെ എണ്ണിപ്പറയുന്നത്. അതിലൊന്ന്, ഒരു മുഅ്മിനുണ്ടാകൽ ഏറ്റവും നല്ലത് എന്ന് പറയുന്ന ഒരു ഗുണം, നീ ഒരുത്തന് ഒരു ഗുണവും ചെയ്തു കൊടുത്തില്ല എങ്കിൽ പോലും അവന് ലററൊന്നും ഉണ്ടാക്കരുത്, ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കരുത്. അതായത് ഉപകാരം ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കരുത് എന്നർത്ഥം. മറ്റൊന്ന്, അവനെ നീ സന്തോഷിപ്പിക്കുന്നില്ല എങ്കിൽ തന്നെയും അവന് സന്താപമുണ്ടാക്കുന്ന, സങ്കടമുണ്ടാക്കുന്ന കാര്യങ്ങൾ നീ ചെയ്യരുത്. മൂന്നാമത്, അവനെ നീ സ്തുതിക്കുന്നില്ല അഥവാ പുകഴ്ത്തുന്നില്ല എങ്കിൽ തന്നെയും അവനെ ആക്ഷേപിക്കുകയോ നിന്ദിക്കുകയോ ചെയ്യരുത്. ഇങ്ങനെ 3 സാമൂഹ്യ മര്യാദകളാണ് ഒരു വിശ്വാസിയിൽ നിന്ന് ഉണ്ടാവേണ്ടത്. സൃഷ്ടാവിനോട് മഹബ്ബത്തും നിനക്കെങ്ങന, നിന്നോട് സൃഷ്ടികൾക്കുള്ള സ്നേഹവും അങ്ങന. നിനക്ക് സൃഷ്ടാവിനോട് ഏത് തരത്തിലുള്ള സ്നേഹമാണോ ഉള്ളത്, ആ മഹബ്ബത്ത് നിനക്കുണ്ടെങ്കിൽ അതുപോലെ തന്നെ സമൂഹത്തിൽ നിന്ന് നിനക്കും അത് തിരിച്ചു കിട്ടും. കാരണം ഒരു ദൈവവിശ്വാസി സ്വാഭാവികമായിട്ടും അവൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും മിതത്വം പാലിക്കുകയും സൽസ്വഭാവം പ്രകടിപ്പിക്കുകയും ശാന്തനായിരിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും ജനങ്ങൾക്കിടയിൽ അത് തനിക്ക് അതുപോലെ സ്നേഹവും ആദരവും കിട്ടാൻ സാധ്യത വരുത്തും. ജനശ്രദ്ധ നിനക്കില്ലാതിരിക്കൽ നല്ലതാ, അത് നീ ഗനീമത്താക്കുവാൻ നോക്കേണ്ടതാ. നീ ചെയ്യുന്ന കാര്യങ്ങളിൽ ജനങ്ങളെ ശ്രദ്ധിച്ച് അവർ എന്ത് പറയുന്നു, എന്ത് നിനക്കുന്നു എന്നോ അല്ലെങ്കിൽ അവർക്ക് കാണിക്കാൻ വേണ്ടിയോ ആവരുത് നീ കാര്യങ്ങൾ ചെയ്യുന്നത്. അങ്ങനെ നീ ചെയ്യുകയാണെങ്കിൽ അത് നിന്റെ നന്മ വർദ്ധിപ്പിക്കാൻ നിനക്കതൊരു മുതൽക്കൂട്ടായിരിക്കും. തെമ്മാടികൾ ഒരു കൗമിനിടയിൽ കല്ല, എന്നാൽ അതേ കൗം എപ്പോഴും കതുതല്ല. അതൊരു വലിയ ഉപദേശമാണ്. ഒരു സമൂഹം, ആ സമൂഹത്തിൽ തെമ്മാടികൾ, കൊള്ളരുതാത്തവർ വളരെ കുറച്ചാണെങ്കിൽ ആ കൗമ് തന്നെയായിരിക്കും എല്ലാ കാര്യങ്ങളും ആധികാരികമായും അതുപോലെ തന്നെ രേഖാപരമായും കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന ഒരു പ്രത്യേകതയും അവർക്കുണ്ടാകും. അതുകൊണ്ടാണ് അവർക്കിടയിൽ പ്രയാസങ്ങൾ ഉണ്ടാവാതിരിക്കുന്നത്. മനുഷ്യന് നൽകപ്പെട്ടതിൽ നിന്ന് അഫ്ളല് എന്തെന്ന് ചോദിച്ചാൽ അത് അഖ്ലുൽ കാമില്. അത് ഇല്ല എങ്കിൽ പിന്നെ അദബാണെന്ന, അതുമില്ല എങ്കിൽ പിന്നെ സുംതാണെന്ന. അതുമില്ല എങ്കിൽ ഉറ്റ സ്നേഹിതനെന്ന, അവനോട് ആലോചിച്ച് നീങ്ങണമെന്ന. അതായത് ഏറ്റവും നല്ല
മനുഷ്യന് നൽകപ്പെട്ട അഫ്ളലായ ഏറ്റവും നല്ലതായ കാര്യം എന്തെന്ന് ചോദിച്ചാൽ അഖലുൽ കാമിലാണ്, അഥവാ കൂർമ്മബുദ്ധി, വിവേകബുദ്ധി, കൂർമ്മബുദ്ധി എന്നൊക്കെ പറയാം, പൂർണ്ണമായ ബുദ്ധി. അത് നിനക്കില്ല എങ്കിൽ പിന്നെ നീ ചെയ്യേണ്ടത് മര്യാദക്കാരനാവുക, അദബ് കാണിക്കുക. അതായത് ബുദ്ധി കൂർമ്മതയുള്ളവരുടെ തീരുമാനങ്ങളോടും മറ്റുമൊക്കെ സഹകരിച്ച് പ്രവർത്തിക്കുക. അതും നിനക്കില്ല എങ്കിൽ പിന്നെ നീ ചെയ്യേണ്ടത് സുംതാണ്, അതായത് നിശബ്ദനായിരിക്കുക. അതിനും കഴിയാത്ത സാഹചര്യം നിനക്ക് വന്നാൽ പിന്നെ നിനക്ക് ചെയ്യാവുന്നത് നിന്റെ ഏറ്റവും ഉറ്റ സുഹൃത്ത് അല്ലെങ്കിൽ അഭ്യുദയകാംക്ഷി എന്നൊക്കെ പറയുന്ന അത്തരം ആത്മാർത്ഥ സുഹൃത്തുക്കളോട് അഭിപ്രായം ആരായുക, ആ വിഷയത്തിൽ നമുക്ക് എന്ത് നിലപാടെടുക്കാമെന്ന്. ഇങ്ങനെ 3 കാര്യങ്ങളാണ് നീ പ്രധാനമായി ചെയ്യേണ്ടത്. ഇനി അതുമില്ലെങ്കിലോ? അതുമില്ല എങ്കിൽ പിന്നെ വേഗം തന്നെ മരിക്കുന്നതാ ഹൈറെന്ന് പറയാം പൊന്നേ. ഈ 3 ഗുണം നിനക്കില്ല എങ്കിൽ പിന്നെ നീ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്നുള്ള അർത്ഥം. അത് യൂസ്ലെസ് ആണ്, ഉപയോഗശൂന്യമാണ് നീ. അതുകൊണ്ട് നമ്മൾ സാധാരണ പറയല്ലോ, ഞാൻ നിനക്ക് പോയി മരിച്ചൂടെ. അതുപോലെ ഇത്രയും നിനക്ക് ചെയ്യാൻ കഴിയില്ലെങ്കിൽ പിന്നെ നീ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, മരിക്കുന്നതാണ് നല്ലത് എന്നർത്ഥം. സ്ഥിരതാമസത്തിന് വേണ്ടിയാണ് സ്വർഗവും, ദുൽമിന്റെ കല്ലതിലുണ്ട് എന്നാൽ വേഗവും, തകരുന്നതാണെന്ന സുഹൃത്തെ നിയമവും, ഒഴിക്കേണ്ടതാണത് കൊണ്ട് ദുൽമെക്കാലവും. സ്ഥിരമായി താമസിക്കാനുള്ള സ്വർഗം, എന്നാൽ അതിൽ അക്രമത്തിന്റെ കല്ലുണ്ടെങ്കിൽ അത് വേഗത്തിൽ തകരുകയും ചെയ്യും. അതിനാൽ അക്രമത്തിന്റെ വഴി എക്കാലവും നീ ഉപേക്ഷിക്കേണ്ടതാണ്. ഒരു മൂമിനായുള്ളവനുള്ള കൽബില്ലേതൊരാൾ കടത്തും മസറുത്തൊന്ന് എന്നാൽ പിന്നയാൾ കടക്കുന്ന കാലം ഖബറിലൊരു വ്യക്തിയും വന്നിട്ടു സന്തോഷത്തിലാക്കും അവനെയും. ആ വ്യക്തിയോടപ്പോഴയാൾ ചോദിക്കുമേ, മന്നന്തയില്ലൊരു പരിചയം മുമ്പെങ്ങുമേ. ബഷറല്ല അംലാക്കിന്റെ വർഗമിലാണന, സന്തോഷമാക്കിയതോർക്ക് നീ മൻ ആമന. അന്നെന്റെ റബ്ബു പടച്ചതാ മലക്കെന്നെ, ഇബാദത്തിൽ കഴിയുന്നതാ ഞാനന്നേ. ഖബറിൽ നിനക്കൊരു മൂനിസ ഞാനിന്ന്, സ്വർഗത്തിലാക്കും നിന്നെ ഞാൻ തുണ നിന്ന്. സുറൂറ് നിക്ഷേപിച്ചൊരന്യന് കൽബിലേ, പടക്കപ്പെടും ലുത്ഫൊന്ന് എന്നു ഹദീസിലേ. നിക്ഷേപകന് പിന്നീട് എന്തോ ഫിത്നയും വന്നാലുടന്നാ ലുത്ഫ് തടയും അതിനെയും. ഒരു മൂമിനായ മനുഷ്യന്റെ കൽബിലേക്ക് ഈമാന്റെ സന്തോഷം കടന്നു വന്നാൽ പിന്നെ അയാൾ മരണപ്പെട്ടു പോകുമ്പോൾ അയാളുടെ ഖബറിൽ അദ്ദേഹത്തിന് സന്തോഷത്തിനായി അള്ളാഹു ഒരാളെ നിയമിക്കും. അവിടെ വെച്ച് അവൻ ചോദിക്കും, മൻ അന്ത, നീ ആരാണ്, മുമ്പ് പരിചയമൊന്നുമില്ലല്ലോ. അപ്പം അയാൾ മറുപടി പറയും, ബഷറല്ല അംലാക്കിന്റെ പരിഗണനയിലാണ് ഞാനുള്ളത്, ഞാൻ മനുഷ്യനല്ല മലക്കുകളിൽപ്പെട്ടതാണ്. നിന്നെ സന്തോഷിപ്പിക്കാനായി നീ ആരിൽ വിശ്വസിക്കുന്നോ അയാൾ എന്നെ അയച്ചതാണ്. അന്നേ എൻ്റെ റബ്ബ് മലക്കായിട്ട് എന്നെ പടച്ചതാണ്, ഇബാദത്തിൽ കഴിയുകയാണ് എൻ്റെ ജോലി. ഖബറിൽ നിനക്കൊരു സമയം പോക്ക്, ടൈം പാസിന് വേണ്ടി എന്നെ നിയോഗിച്ചതാണ്. നിന്നെ സ്വർഗത്തിലാക്കും വരെ ഞാൻ നിനക്ക് തുണയുണ്ടാവും. ഈ സന്തോഷത്തിൽ കൽബിൽ പടക്കപ്പെടും ഒരു ലുത്ഫ്, അതായത് ഒരു മാർദ്ദവത്വം. അത് പിന്നീട് ആ ഖബറിൽ വരുന്ന എല്ലാ ഫിത്നകൾക്കും നിനക്കത് കാവലാകും. അമാനത്തൊന്ന് ജവാരിഹെന്നറിയേണ്ടതാ, അത് ബാത്തിലിൽ പെരുമാറലും തെറ്റുള്ളതാ. നിന്റെ ശരീരത്തിൽ
ശരീരത്തിലെ അവയവങ്ങൾ നിനക്ക് തന്ന അള്ളാഹു തന്ന അമാനത്താണ്. അത് തെറ്റായ വഴികളിൽ ഉപയോഗിക്കരുത്, ബാത്തിലായ കാര്യങ്ങളിലേക്ക് അത് ഉപയോഗിക്കരുത്. ഒരു 6 കാര്യം ധർമ്മമിൽ ഉണ്ടെന്ന് തിരുമുസ്തഫ നബി വ്യക്തമായി പറയുന്നു. അതിൽ 3 ഇവിടെയും ബാക്കി അവിടെയുമെന്ന, അതുകൊണ്ട് ആർക്കും ശ്രദ്ധ വേണ്ടതു തന്നെ. റിസ്കിൽ വിശാലത വന്നിടും അതിലൊന്ന്, മാലിൽ വളർച്ചയും എത്തിടും മറ്റൊന്ന്. വീട്ടിൽ ഇമാറത്താണ് 3ാമത്തത്, ഇവ 3ഉമാ ദുനിയാവിൽ ലഭിക്കുന്നത്. ഔറത്തിനത് സത്ര സുഹൃത്തെ അന്ന്, തലമുകളിലായി വരുന്നുണ്ടതും തണലിന്ന്. നരകത്തിനെ തൊട്ടത് ഹിജാബാ നോക്കിത്, മിസ്ബാഹ് ഭാഗം 1 പറയുന്നത്. ഇനി ഇബ്നുൽ മുബാറക്കിനോടൊരാൾ ചോദിക്കുന്ന ഒരു കാര്യമാണ് വിവരിക്കുന്നത്. ഇബ്നുൽ മുബാറക്കിനോടൊരാൾ ചോദിക്കലായി, ഒരു വാക്യമിൽ പറ സൽസ്വഭാവം വ്യക്തമായി, ദേഷ്യം ഒഴിക്കുക തന്നെ എന്നാണത്. മറുപടി കൊടുത്തത് ചോദ്യകർത്താവിന്. ഇബ്നുൽ മുബാറക്ക് അവരോട് ചോദിച്ചു, ഒറ്റ വാചകത്തിൽ നിങ്ങളൊരു ഉത്തരം തരിക, സൽസ്വഭാവം എന്നാൽ എന്താണെന്ന്. ഉടനെ അദ്ദേഹം കൊടുത്ത മറുപടി, അത് സൽസ്വഭാവം ദേഷ്യം ഒഴിവാക്കുക എന്നതാണ് ഒറ്റവാക്കിൽ കൊടുത്ത മറുപടി. അതുപോലെ പ്രസിദ്ധനായ ലുക്മാനുൽ ഹക്കീം മകനോട് ഒരു ദിനം ചോദിച്ചത് പറയുന്നു. മകനോട് ലുക്മാൻ ഒരു ദിനം പറയുന്നതാ, ഒരു 3 അറിയാൻ 3 വേണം വ്യക്തമായി. ലുക്മാനോട് പറയുന്നു, ലുക്മാനുൽ ഹക്കീം മകനോട് പറയുന്നു, ഒരു 3 അറിയാൻ മറ്റൊരു 3 വേണം എന്ന്. അതേതാണെന്ന് വിശദീകരിക്കുന്നു. ദേഷ്യം വരുമ്പോഴാ ഹലീമിനെ അറിയല്, അതുപോലെ ധീരനെ അറബിലാണേ തിരയല്. യഥാർത്ഥ സ്നേഹിതൻ ആര് എന്നറിയുന്നത്, നീ അവനെ ആശ്രയിക്കേണ്ട സമയത്താണത്. ദേഷ്യം വരുമ്പോഴാണ് സഹനത്തെക്കുറിച്ച് നീ അറിയേണ്ടത്. അതുപോലെ ധീരൻ ആരാണെന്ന് യുദ്ധത്തിലാണ് നീ അറിയേണ്ടത്. അതുപോലെ സ്നേഹിതൻ ആരാണ് എന്ന് അവനെ ആശ്രയിക്കേണ്ട ഒരവസ്ഥ നിനക്ക് വരുമ്പോഴാണ് അറിയേണ്ടത്. ഇങ്ങനെ 3 കാര്യം അറിയാൻ 3 കാര്യം അറിയേണ്ടതുണ്ട് എന്ന് ലുക്മാനുൽ ഹക്കീം മകനെ ഉപദേശിച്ച കാര്യമാണ് പറഞ്ഞത്. വാഗ്ദത്തം എന്തോ ചെയ്ത് എന്നാൽ പിന്നത് പാലിച്ചു കണ്ടാൽ സൽസ്വഭാവം തന്നത്. ആരോടെങ്കിലും വല്ല വാഗ്ദാനവും നടത്തിയിട്ടുണ്ടെങ്കിൽ അത് നീ പാലിച്ചാൽ അതും സൽസ്വഭാവത്തിന്റെ ലക്ഷണം തന്നെയാണ്. തെറ്റിന്റെ പേരിൽ നീ ശകാരിക്കുന്നത് ഖൈറാണ് പകയിലുമെന്നുമാ പറയുന്നത്. അതുമാത്രമല്ലത് കൊണ്ട് സ്നേഹമുറച്ചിടും അഹബാബിനത് ഒരു തോട്ടമായി തോന്നപ്പെടും. ഒരാളൊരു പ്രയാസത്തിലേക്ക് ചെന്ന് വീഴാൻ പോകുമ്പോൾ അത് നിന്റെ ശത്രു ആണെങ്കിൽ പോലും അവനെ ശകാരിച്ച് മാറ്റി നിർത്തുന്നത് നല്ലതാണ്. അത് അവൻ സ്നേഹം, നിന്നോടുള്ള സ്നേഹം കൂടുകയും അവന് ഒരു തോപ്പ് കൊടുത്തതുപോലെ അത് പിന്നീട് അനുഭവപ്പെടുകയും ചെയ്യും. ഇന്ന് സുഹൃത്തുക്കളെ ഒരു മേഘമാ വാഗ്ദത്തവും നിറവേറ്റിയെന്നാലാണ് മഴയും വെള്ളവും. സുഹൃത്തുക്കളെ, വാഗ്ദാനം എന്നത് ഒരു മേഘം പോലെയാണ്, കാർമേഘം പോലെയാണ്. നിറവേറ്റി എന്നാലാണ് അത് മഴയും വെള്ളമായി മാറും. അതായത് വാഗ്ദാനം ചെയ്താൽ അത് നിറവേറ്റുക തന്നെ വേണം എന്ന് സാരം. ഇത്ര നേരം എന്നെ കേട്ട എല്ലാവർക്കും നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.